and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിപ് കെയറിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് ലിപ് കെയർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ലിപ് കെയർ വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് ലിപ്സിലെങ്കിൽ. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിപ് കളർ ചേഞ്ച് വരുമെന്ന്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, എനിക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താലും ലിപ് ബാം യൂസ് ചെയ്താലും എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചെറുതായിട്ട് ലിപ്സ് ഡാർക്കനിങ് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാണ് കേട്ടോ, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡെയിലി ബേസിസിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്സിൻ്റെ കളറ് അത്യാവശ്യം ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലിപ് കെയർ ചെയ്യാന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാവും, കാരണം വീടിൻ്റെ ബാക്കിൽ തന്നെ പ്ലേ ഗ്രൗണ്ട് ആണ്. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് അലോവേര ആണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ഒരു സ്ലൈസാണ്. അതിലോട്ട് പിന്നെ കുറച്ചൊരു പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ആക്കണം. നന്നായിട്ട് ക്ലീൻ ആക്കുക ഫേസ്. ഇത്ര ഭാഗം ക്ലീൻ ആക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ലിപ്സ് എങ്കിലും ക്ലീൻ ആക്കുക. ലിപ്സ്റ്റിക്ക് ലിപ് ബാം ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. എൻ്റെ ലിപ്സിൽ ഇപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ കളഞ്ഞിട്ട് വരാം. ഇപ്പം ഞാൻ ഫുൾ ലിപ് ബാം ലിപ്സിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോണത് അലോവേര ആണ്. അലോവേരയിൽ കുറച്ച് ഷുഗറിൻ്റെ ഗ്രാന്യൂൾസ് കൂടി ആഡ് ചെയ്തിരിക്കണതാണ് കേട്ടോ. ഇത് കുറച്ച് നേരം ഇവിടെ വച്ചപ്പോഴേക്കും അത് ഇത്തിരി അലുത്തിട്ടുണ്ട്. ഒത്തിരി അലുക്കണതിന് മുന്നേ ചെയ്യണം, കാരണം ജസ്റ്റ് ഒരു സ്ക്രബിങ് എഫക്റ്റ് വരാനാണ്. പിന്നെ ഇതിന് നമുക്ക് കുറച്ചും കൂടി ഒരു ലിപ്സ് ഒന്ന് ലൈറ്റൻ ചെയ്യിപ്പിക്കണമെങ്കിൽ നാരങ്ങയുടെ 2-3 ഡ്രോപ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് ലിപ്സ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു സ്ക്രബ്ബ് നമുക്കിനി നല്ലപോലെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ജെല്ല് നമ്മുടെ ലിപ്സിലാക്കണം, എങ്കിലാണ് ആ ഒരു നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗറോ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറോ എടുത്തതിന് ശേഷം നല്ലപോലെ ചുണ്ട് ഫുള്ളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് ഒരു ഒരസൽ ക്രിയേറ്റ് ചെയ്യണ മാതിരി സ്ക്രബ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്യുക. ആദ്യമേ നമ്മൾ ഫുൾ പ്രോഡക്റ്റ് അല്ല, ഒരു സംഭവം ആ ഒരു ജെല്ല് നമ്മുടെ ലിപ്സിൽ ഫുള്ളാക്കി എടുക്കുക. എല്ലാ ഭാഗവും നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു കേർവ് ഇല്ലേ അവിടെ, അതുപോലെ ലിപ് ലൈനർ ചെയ്യുന്ന അവിടെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലിപ്സിൽ സർക്കുലർ മോഷനിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യുക. ഫുൾ ലിപ്സ് സർക്കിൾസ് ഒരു ബിഗ് സർക്കിൾസ് നമ്മൾ വരയ്ക്കുക കേട്ടോ. ഇതുപോലെ സർക്കിൾസ് വരച്ചു കൊടുക്കുക. അപ്പോഴേക്കും എന്തെങ്കിലും ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഈസിലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിപ്സ് ഫുൾ അതുപോലെ സർക്കിൾ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യുക. അതിന് ശേഷം മേളിൽ നിന്ന് താഴത്തേക്ക് റബ്ബ് ചെയ്യുക. നമ്മൾ എന്ത് ലിപ് സ്ക്രബ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിൽ സ്ക്രബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഒരു എഫക്റ്റീവ് ആയിരിക്കും. ഈ അലോവേര നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിന് നല്ലപോലെ ഒരു മോയ്സ്ചറൈസേഷൻ ഓൾസോ കിട്ടാനായിട്ട് നല്ലതാണ്. എന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയോ ചെയ്യാം. അപ്പോൾ ലിപ്സ് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. കണ്ടോ, ഒരു ലെയർ നമ്മുടെ ചുണ്ടിൽ നിന്നുള്ള ഒരു ലെയർ റിമൂവായി പോയിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. പക്ഷെ എൻ്റെ ഇതിനകത്ത് അധികം ഗ്രാന്യൂൾസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം വച്ചിരുന്നതുകൊണ്ട് ആ ഗ്രാന്യൂൾസ് അലുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ നന്നായിട്ട് നമുക്ക് കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് ലിപ്സ് സ്ക്രബ് ചെയ്യാം. ഷുഗർ ഇങ്ങനെ അലുത്ത് പോവാണ്ട് നമുക്ക് ഷുഗർ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. റവ യൂസ് ചെയ്തിട്ട് ലിപ്സ് സ്ക്രബ് ചെയ്യാം. അതൊക്കെ നല്ലതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കുറച്ചൊരു ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ലൈറ്റനിങ് എഫക്റ്റ് ഓൾസോ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കടലപ്പൊടിയാണ്. കുറച്ചൊരു കടലപ്പൊടി നമുക്ക് എടുക്കാം. ഈ കടലപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ചോറില്ലേ, നോർമൽ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, ആ ചോറ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ലിപ്സിന് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേൻ്റെ കൂടെ നമുക്ക് ലെമൺ ജ്യൂസ് ഓൾസോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചോറ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾസോ നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടി ഒരു ലൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമലായിട്ടുള്ളൊരു ലിപ് പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലുള്ളതാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടർമറിക് പൗഡർ ആഡ് ചെയ്യാം കേട്ടോ.
മഞ്ഞൾപ്പൊടി ഇല്ലേ, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലതാണ്. ഇനി നമുക്ക് ഒരു പേസ്റ്റ് കണ്ടോ, ഇങ്ങനത്തെ ഒരു പേസ്റ്റ് പോലെയാണ്. അപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിപ് പാക്കിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടിയുടെ കൂടെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നാരങ്ങയുടെ 2-3 തുള്ളി കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഇത് നമ്മൾ ലിപ്സ് ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ലിപ്സ് നല്ലപോലെ ഒരു ലൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഭയങ്കര റോസ് പിങ്ക് കളറിലെ ലിപ്സ് ഉണ്ടാവും എന്നല്ല, നമുക്ക് ഓൾറെഡി നമ്മുടെ ലിപ്പിൻ്റെ കളർ എന്താണോ ആ ഒരു കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാക്ക്. ഇത് നമുക്ക് വീക്ക്ലി ഒരു 2 times ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൺ ലിപ്സിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ജ്യൂസ് മാത്രം നമ്മുടെ ലിപ്സ് അബ്സോർബ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. മീൻസ് ഇത് പോകില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കിടന്നതിന് ശേഷം ലിപ്സിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ താഴത്തേക്ക് വരാനായിട്ട് ഒരു ചെറിയൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആണല്ലോ, അപ്പോൾ താഴത്തേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുന്നത്. എന്നിട്ട് ഈ ഒരു പാക്ക് ജസ്റ്റ് ഒരു സെമി ഡ്രൈ ആവണ വരെ അങ്ങനെ തന്നെ വയ്ക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കളയോ അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിക്കളയോ ചെയ്യാം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എന്തെങ്കിലും ഒരു ലിപ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ് ബാം വേണ്ട, അല്ലാതെ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ തേനോ കുറച്ച് ഓയിലോ കോക്കനട്ട് ഓയിലൊക്കെ നല്ലതാണ്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലിപ്സിന് നല്ലതാണ്, ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡ് വീക്ക്ലി ഒരു 2 times ഒക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ടൊരു റിസൾട്ട് ഉണ്ടാവുന്നല്ല, നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു 1 month ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീക്ക്ലി 2 times വെച്ചിട്ട് നമ്മൾ 1 month യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് സ്മോക്ക് ചെയ്തിട്ട് നമ്മുടെ ലിപ്സ് ഡാർക്ക് ചെയ്യാൻ കാര്യമൊന്നുമല്ല കേട്ടല്ലോ. ഇപ്പോൾ സ്മോക്ക് ചെയ്തിട്ട് ലിപ്സ് ഡാർക്ക് ആയിട്ടുള്ളവർ, അതുപോലെ ഓൾറെഡി ഡാർക്ക് ലിപ്സ് ഉള്ള ആളുകൾ, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് ലിപ്സ് ഡാർക്ക് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലാണ്ട് ഒരു ഷോർട്ട് ടേമിൽ പെട്ടെന്ന് നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മുടെ ലിപ്സ് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെമഡി ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടിട്ട് ലിപ്സ് ഡാർക്ക് ആവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ലിപ്സ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ കൂടെ ലെമൺ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. ലെമൺ നല്ലൊരു ലൈറ്റനിങ് ഏജന്റ് ആണ്. അപ്പൊ നമുക്ക് ലെമൺ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ്ലി ഒരു ലൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ ലിപ്സിന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ ഇത് കാരണം എന്താ പറയണതെന്ന് വെച്ചാൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെയിൽ അയക്കണു, കമ്മ്യൂണിറ്റിയിലൊക്കെ എല്ലായിടത്തും ചോദിക്കാണ് എന്ത് പറ്റിയെന്ന്. ആക്ച്വലി ഒന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. ഒരു മൂഡില്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പുതിയ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം, ഒരു കംഫേർട്ട് ഇല്ലാതിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇതിപ്പോൾ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. എന്താ പറ്റിയെന്നറിയില്ല. അപ്പോൾ ട്രൈപോഡ് ഞാൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ പുതിയ ട്രൈപോഡ് വരണം. അപ്പോൾ ട്രൈപോഡ് ഉണ്ടെങ്കിലേ നമുക്ക് ക്യാമറ കുത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിളൊക്കെ ഇവിടെ വെച്ച് ടേബിളിൻ്റെ പുറത്ത് ഫോണൊക്കെ വെച്ച് എനിക്കിപ്പോൾ പണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഓർമ്മ വരികയാണ്. പണ്ട് ഞാൻ എങ്ങനെയാണോ ഷൂട്ട് ചെയ്തത് അതുപോലെയാണ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യണത്. ടേബിളിൽ വെച്ച് ബുക്കൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഫോണൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാട്ടോ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു ശരിയായിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ നല്ല എനർജറ്റിക് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാം. ഇപ്പൊ എന്തോ ഒരു മെയിൻ ആയിട്ട് എൻ്റെ ട്രൈപോഡ് പോയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ടാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു റെഡ് കളർ കിട്ടുമല്ലോ, അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതെന്താന്ന് വെച്ചാൽ രാത്രിയിലാണ് ആ ഒരു ലൈറ്റ് നന്നായിട്ട് എഫക്ട് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ട്രൈപോഡ് വേണം. അപ്പൊ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. അപ്പൊ ആകെപ്പാട് ഒരു സുഖമില്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ്. അപ്പൊ അന്വേഷിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരിക്കണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. അപ്പം നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ